പരിശുദ്ധപരമദിവ്യകാരുണ്യത്തിന് മക്കളെ, കയ്യൊപ്പ് പ്രാർത്ഥനയുടെ സമയമാണ്. കയ്യൊപ്പ് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ നവീകരണ മേഖലയിൽ പരസ്പരം ശിരസിലാണ് കൈവെക്കുന്നത്, അല്ലേ? ഉടമ്പടി പ്രകാരം കയ്യൊപ്പ് പ്രാർത്ഥന എന്താ? കൈവെപ്പ് ഉടമ്പടിയുടെ ഒരു ഭാഗമാണ്. അബ്രാഹാം ഭൃത്യനോട് ഉടമ്പടി ചെയ്യുമ്പോൾ അവൻ്റെ കൈ തൻ്റെ തൊടയുടെ താഴെ വെച്ചാണ് ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മൾ ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ രോഗമുള്ള സ്ഥലത്ത് നമ്മൾ കൈവെക്കും. നമ്മളൊക്കെ അങ്ങനെ രോഗമുള്ള സ്ഥലത്ത് കൈവെക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയണ എന്താണ്? കർത്താവേ, അങ്ങയോട് ചെയ്ത ഉടമ്പടിയോ ചെയ്യാൻ പോകുന്ന ഉടമ്പടിയോ നീ അനുസ്മരിക്കണമേ. ഒന്ന് പറഞ്ഞേ, കർത്താവേ, ഞാൻ എൻ്റെ രോഗമുള്ള ഇടത്ത് നിന്റെ നാമത്തിൽ കൈവെക്കുമ്പോൾ എബ്രഹാത്തിന്റെ ഭൃത്യനെ പോലെ അങ്ങനെ ഭൃത്യനായ ഞാൻ ഉടമ്പടി ഓർത്തുകൊണ്ട് കൈവെക്കുമ്പോൾ ഞാൻ അങ്ങയോട് ചെയ്ത ഉടമ്പടിയെ അനുസ്മരിച്ചുകൊണ്ട് എന്നെ സുഖപ്പെടുത്തണമേ. തുല്യം ചെയ്യാൻ ഉടമ്പടി പ്രാർത്ഥനയിൽ സമർപ്പിക്കുന്നു. തുല്യം ചെയ്യാൻ തല ചിന്നുന്നത് പോലുള്ള വേദന എപ്പോഴും അടിക്കടി ഉണ്ടാകുന്നവർ, അത് ചിലപ്പോൾ തലയുടെ ഉള്ളിൽ ചിലപ്പോൾ ഇത് ബ്ലോക്ക് ചെയ്തതാകാം, രക്തം ബ്ലോക്ക് ചെയ്തതോ എന്തെങ്കിലും രക്തം കട്ട പിടിച്ച് ആകാം, എന്തോ ആയിക്കൊള്ളട്ടെ. നീ നിൻ്റെ നെറ്റിയിലെ കർത്താവിൻ്റെ നാമത്തിൽ കൈവെക്കുക. എന്നിട്ട് പറയുക കർത്താവിനോട്, കർത്താവേ, എബ്രഹാത്തിന്റെ ഭൃത്യനെ പോലെ വിശ്വാസത്തിൽ അങ്ങയുടെ ഭൃത്യൻ നിന്റെ നാമത്തിൽ എൻ്റെ രോഗാതുരമായ സ്ഥലത്ത് ഞാൻ കൈവെക്കുന്ന എൻ്റെ തലയിലുള്ള വേദന, ചെവിയുടെ വേദന, എൻ്റെ ത്വക്ക് വേദനകൾ, കണ്ണിൻ്റെ കാഴ്ചക്കുറവ്, വായുടെയും പല്ലിൻ്റെയും ബലക്ഷയങ്ങള്, എൻ്റെ സ്ഥിരോരോഗങ്ങള് യേശുനാമത്തില് ഈ നിമിഷം സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. തുല്യം ചെയ്യാം. തൈറോയ്ഡ് രോഗികള്, ടോൺസൈറ്റ് രോഗികള്, അതുപോലെ തന്നെ സ്പോണ്ടിലോസിസ് രോഗികള് കർത്താവിൻ്റെ നാമത്തിൽ കഴുത്തിൽ കൈവെക്കുക. ശ്വാസകോശ രോഗികള്, പ്രഷർ കുറഞ്ഞവരും കൂടിയവരും, കർത്താവിൻ്റെ നാമത്തിൽ നെഞ്ചിൽ കൈവെക്കുക. ഹൃദയരോഗികൾ, ഹൃദയത്തിന് ബ്ലോക്കുള്ളവർ, ഹൃദയത്തിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞവർ, അജിയോപ്ലാസ്റ്റ് കഴിഞ്ഞവർ, അജിയോഗ്രാം കഴിഞ്ഞവരൊക്കെ ഇടത് നെഞ്ചിൽ കൈവെക്കുക. കരൾ രോഗികൾ,
പാങ്ക്രിയാസ് രോഗികൾ വലത് നെഞ്ചിൻ്റെ താഴെ കൈവെക്കുക. നടുവേദനക്കാര് നടുവിലും, കിഡ്നി രോഗികളും നടുവിലും കൈവെക്കുക. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എൻ്റെ കൈ ഈ നിമിഷം നിന്റെ കൈ ആവട്ടെ. ഈ കൈ വെക്കുമ്പോൾ ഞാൻ അങ്ങയോട് ചെയ്തതോ ചെയ്യാൻ പോകുന്ന ഉടമ്പടി അനുസ്മരിച്ചുകൊണ്ട് അമ്മ മാതാവിന് മധ്യസ്ഥതയിലെ യേശുനാമത്തെ പ്രാർത്ഥിക്കുന്ന ഞാൻ സൗഖ്യം പ്രാപിക്കട്ടെ. പോലെ യേശുവേ ജീവനേ സ്വന്തമേ ജീവനേ ജീവനേ സ്വന്തമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വീണ്ടും കൈവെപ്പ് പ്രാർത്ഥനയാണ്. 2 കൈകളും വെക്കും. നമ്മൾ അച്ഛൻ ഇങ്ങനെ വെക്കണ പോലെ സ്വസ്തികയായിട്ട് വെക്കും കൈകൾ. വാദരോഗികളെ കൈകളെ സ്വസ്ഥതയായി വെക്കുക. വാദരോഗികൾ കൈകൾ ശരീരമാസകലം പൊതിഞ്ഞുകൊണ്ട രോഗങ്ങളാണത്. അതുകൊണ്ടാണ് സ്വസ്തികയായിട്ട് നമ്മൾ കൈവെക്കുന്നത് കർത്താവിൻ്റെ നാമത്തിൽ. വാദരോഗികൾ എവിടെയായിരുന്നാലും ഈ ധ്യാനം ലൈവായി കേൾക്കുന്നവരും കാണുന്നവരൊക്കെ കയ്യപ്പ പ്രാർത്ഥനയുടെ സമയത്ത് ആൾത്താരിൽ നടക്കുന്ന ആരാധനയോട് ചേർന്ന് വിശ്വാസ പ്രമാണം ചൊല്ലിയും സ്തുതിച്ചുകൊണ്ടും പങ്കെടുക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോഴ് നമ്മൾ ശരീരത്തിലെ നുളുമ്പ് രോഗങ്ങൾ, അതായത് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരുമോ, പിന്നെ വിസർപ്പ രോഗങ്ങൾ, അതെല്ലാം സ്വസ്തികയായി കൈവെക്കേണ്ടതാണ്. ശരീരമാസകലമുള്ള രോഗങ്ങൾക്കാണ് സ്വസ്തികയായി കൈവെക്കുന്നത്. വാതരോഗങ്ങൾ, തലയിലെ താരൻ രോഗങ്ങൾ, തൊലി പൊളിഞ്ഞു വരുന്ന രോഗങ്ങൾ, വിസർപ്പ രോഗങ്ങൾ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus, pour out your spirit. I command you in the name of Jesus Christ to be healed. തുല്യം ചെയ്യും. യേശുവേ തുല്യം ജീവനേ സ്വന്തമേ ജീവനേ പതിരയിലിറങ്ങുന്ന വേരുകൾ ഒരു മാരകരോഗമാണ്. കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയും. ഇടത് കക്ഷത്തെ കുരുക്കളെ കർത്താവ് പൂർണ്ണമായി സുഖപ്പെടുത്തുന്നു. ശ്രുതികട ഹല്ലേലൂയ. ആരാധന ആരാധന
പാങ്ക്രിയാസിൻ്റെ രോഗികളെ സുഖപ്പെടുന്നതായിട്ട് മെസ്സേജ് ഉണ്ട്. നിങ്ങൾക്ക് പോയി ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് നാളെ അടുത്ത ദിവസങ്ങളിൽ. ഇപ്പോഴേ അടിവയറ്റ് കൈവെക്കേണ്ട സമയമാണ്. രക്തസ്രാവ രോഗികൾ ഇപ്പോൾ അടിവയറ്റ് കൈവെക്കുക. അതിന് നാണവും മാണവും നോക്കേണ്ട കാര്യമില്ല. കർത്താവിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കണമെന്ന് ഓർത്താൽ മതി. പിസ്റ്റുല രോഗികൾ അടിവയറ്റ് കൈവെക്കുക. ഫിഷ രോഗികൾ അടിവയറ്റ് കൈവെക്കുക. മക്കൾ ഇല്ലാത്തവർ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ, വേര് വളരുന്നവർ, മുഴയുള്ളവർ, അണ്ടാശയത്തിന് സിസ്റ്റുള്ളവരൊക്കെ അടിവയറ്റ് കൈവെക്കുക. PCOD രോഗികൾ അടിവയറ്റ് കൈവെക്കുക. അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ലോർഡ് ജീസസ്, pour out your spirit, touch the fire finger, soak with the precious blood. I command you in the name of Jesus Christ to be healed. I sign with the sign of cross so that you never again suffering from the sickness. തുല്യം ചെയ്യാൻ യേശുക്രിസ്തുവിനുമായ നാമത്തിൽ വെള്ളപ്പൊക്ക രോഗങ്ങൾ, വൈറ്റ് ഡിസ്ചാർജ് രോഗങ്ങൾ, എല്ലാ സ്രാവരോഗങ്ങളും യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. ജീവനേ തുല്യം ചെയ്യാൻ തൊണ്ടയിൽ 7 സെൻറ്റിമീറ്ററോളം, തൊണ്ടയിൽ 7 സെൻറ്റിമീറ്ററോളം അകത്തോ പുറത്തോ തൊലി ഇങ്ങനെ ഞെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മരവിച്ച് പോയി കാണും കുറച്ച് തൊലികൾ. ചില തൊലികൾ ഡെഡ് ബോഡീസായി, ചത്തുപോയ കോശങ്ങളായി. അപ്പം അങ്ങനെ ഉള്ള ഇങ്ങനെ പലതരത്തിലിങ്ങനെ മുഴച്ചും കഴമുഴയായിട്ടിരിക്കുന്ന ഒരവസ്ഥ, കുഞ്ഞു കുഞ്ഞു കഴമുഴകളുള്ള തൊണ്ടരോഗത്തെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. ഈ ആൾത്താരയിൽ 3-ാമത്തെ പ്രാവശ്യമാണ് ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത്. എൻ്റെ പേര് അലീന. ഞാൻ ആലപ്പുഴ ജില്ലയിലെ തന്നെ ചേന്നവലി എന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ്റ് ആൻ്റണീസ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് മാതാവ് ഈശോയും വഴി തന്ന ഒത്തിരി അനുഗ്രഹങ്ങളുണ്ട്. അതിനെല്ലാം സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ ഇതിനു മുമ്പ് 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യുന്നത്, നേഴ്സാണ്. ആദ്യം വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിൽ ഞാൻ ചെന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അവിടെ സാലറി പെൻഡിങ്ങും ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇക്കാമ റിന്യൂ ചെയ്യാതെയായി അവിടുന്ന്. അപ്പോൾ ഒത്തിരി പേർക്ക്, എല്ലാവർക്കും, എല്ലാ സ്റ്റാഫിനും ഇക്കാമ റിന്യൂ ചെയ്യുന്നില്ല, അവർ സാലറി തരുന്നില്ല. ഞങ്ങൾക്ക് ജീവിക്കാനൊക്കെ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടായി. അത് കഴിഞ്ഞിട്ട് ഞാൻ മാതാവിനോട് ഈ കാശ് രൂപം വെച്ചെന്നും പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോഴെല്ലാം പ്രാർത്ഥിക്കുമായിരുന്നു, എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരണേ മാതാവേ എന്ന്. അങ്ങനെ ഒരു ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞ് നമുക്ക് ഒരു ക്ലിനിക്കിൻ്റെ പേര് പറഞ്ഞ് നമുക്ക് അവിടെ പോയി ഒന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ തന്നെ അവരതിനേക്കാളും കൂടുതൽ സാലറിയോടുകൂടി ആ ഒരു ദിവസം കൊണ്ട് തന്നെ ഞങ്ങളുടെ ഇക്കാമയെല്ലാം അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവർ ഞങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റി. പിറ്റേ ദിവസം തന്നെ ഞങ്ങളവിടെ ജോയിൻ ചെയ്തു. ഇത് മാതാവിൻ്റെ ഒരു ഒറ്റ ഇടപെടൽ കൊണ്ട് മാത്രമാണ് സംഭവിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതായി ഞാൻ പുതിയ ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ ഡെർമയുടെ ക്ലിനിക്കിൽ അവിടെ ഒരു പേഷ്യൻറ്റിന് ലേസർ ചെയ്തിട്ടുണ്ടിരുന്നപ്പോൾ അവരുടെ കൈയുടെ ഒരു വിരലിൽ ടാറ്റു ഉണ്ടായിരുന്നു. ആ ടാറ്റുവിൽ ലേസർ ഹിറ്റായി
അതപ്പോൾ ചെറുതായിട്ടൊന്ന് ബേൺ ചെയ്ത് അവർ ഡോക്ടറിനെ പോയി കണ്ട് ഡോക്ടർ ഓയിൻമെൻ്റൊക്കെ കൊടുത്തു. അതിനുശേഷം കുഴപ്പമില്ലാന്നും പറഞ്ഞ് പോയ അവർ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും MOH പോയി കംപ്ലൈൻറ്റ് ചെയ്തു. MOH നിന്ന് എനിക്ക് ഇത് വന്നു, മെസ്സേജ് വന്ന് പേഷ്യൻ്റ് ഇങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്, ഞാൻ ഇന്ന ദിവസം അവിടെ അറ്റൻഡ് ചെയ്യണമെന്ന്. ഞാൻ മാതാവിൻ്റെ കാശ് രൂപവും കൊന്തയും കയ്യിൽ പിടിച്ചുകൊണ്ട് അവിടെ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർ പറഞ്ഞത് ഇത് കേസ് കൊടുക്കേണ്ട ഒരു കാര്യമില്ല, നിങ്ങൾ പോയിക്കോളാൻ പറഞ്ഞു. എൻ്റെ കൂടെ ഒരു ഡോക്ടറും ഉണ്ടായിരുന്നു. ഒരു കുഴപ്പമില്ല, നിങ്ങൾ പോയിക്കോന്ന് പറഞ്ഞു. അതിനുശേഷം 1.5 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അവർ രണ്ടാമത് കംപ്ലൈൻറ്റ് ചെയ്തത് MOJയിലാണ്, മിനിസ്റ്റർ ഓഫ് ജസ്റ്റിസ്. അവിടെ കൊണ്ടുപോയി അവർ കംപ്ലൈൻറ്റ് കൊടുത്തു. അപ്പോഴവരാവശ്യപ്പെട്ടത് 2000 റിയാൽ, നമ്മുടെ ഒരു 44,000-45,000 രൂപയോളം വരും. അപ്പോൾ ആദ്യത്തെ സിറ്റിങ്ങിന് എന്നെ വിളിച്ചു. ഞാൻ ആ സമയത്ത് കാശ് രൂപവും കൊന്തയും കൈ പിടിച്ചതുപോലെ ആ സിറ്റിങ്ങിൽ ഞാൻ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവിടുന്ന് കോടതിയിൽ നിന്ന് എന്നോട് പറഞ്ഞു അത് കേസ് വേറൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ നാട്ടിൽ വെക്കേഷൻ വന്നു. വെക്കേഷൻ വന്നു കഴിഞ്ഞപ്പോഴായിരുന്നു അടുത്ത സിറ്റിംഗ്. എനിക്കതിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞാൻ എല്ലാ ദിവസവും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോഴെല്ലാം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്കത് മാറ്റിത്തരണ, കേസ് അത് ക്യാൻസൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. അത്രയും പൈസ കൊടുക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല. അത് കഴിഞ്ഞ് അവർ ചോദിച്ചത് 20,000 റിയാലാണ്, നമ്മുടെ 4.5 ലക്ഷത്തോളം രൂപ വരും. അത്രയും പൈസയാണ് അവർ ചോദിച്ചത്. അത് പക്ഷേ നമുക്ക് എന്നെക്കൊണ്ട് സാധിക്കില്ലായിരുന്നു അത്രയും പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, അതെങ്ങനെയെങ്കിലും അത് ക്യാൻസൽ ചെയ്തു പോകണം, അല്ലെങ്കിൽ എനിക്കത് പൈസ ഇത്തിരി കുറച്ചെങ്കിലും ഒരു 1000 റിയാലെങ്കിലും ആക്കുവാണെങ്കിൽ എനിക്ക് അത് കൊടുക്കാൻ പറ്റും, അങ്ങനെയെങ്കിലും എനിക്ക് ആക്കി തരണമെന്ന് ഞാൻ മാതാവിനോടൊന്ന് പ്രാർത്ഥിക്കും. രണ്ടാമത്തെ സിറ്റിങ്ങിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ഞാനിവിടെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മെസ്സേജ് വന്നു, ഇങ്ങനെ കോടതിയിൽ നിന്ന് അവരുടെ അടുത്തുനിന്ന് കൂടുതൽ മെഡിക്കൽ റിപ്പോർട്ട്, വേറെ മെഡിക്കൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട്. അതിന് ശേഷം പിന്നെ അതിനെക്കുറിച്ചൊന്നും എനിക്ക് മെസ്സേജ് ഒന്നും വന്നില്ല. എന്നാലും ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ ഫ്രണ്ട്സും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു 3-4-5 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മെസ്സേജ് വന്നു, അത് ക്യാൻസലായി എന്നും പറഞ്ഞുകൊണ്ട്. ആ കേസ് ക്യാൻസലായി. ഞാനത് വിശ്വസിക്കുന്നു, അത് മാതാവ് ഈശോയും ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് അത് സാധിച്ചു കിട്ടിയത്. അടുത്തത് എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട് എനിക്ക്. ഞാൻ 2016 മുതൽ മെഡിസിൻ കഴിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഒരു 2 വർഷത്തിന് മുമ്പ് ഞാൻ സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് തൈറോയിഡ് ഗ്ലാൻഡിൽ ഒരു 4 നോഡ്യൂൾസ് ഉണ്ടെന്ന് കണ്ടു. അപ്പോൾ ഡോക്ടേഴ്സ് അത് ആദ്യം സൗദിയിൽ വെച്ചാണ് ചെയ്തത്, ഇവിടെ വെച്ച് ആദ്യം ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ സൗദിയിൽ ചെന്നപ്പോഴവിടെയും പറഞ്ഞു അത് FNAC ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിൻ്റെ കാശ് രൂപം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ട് FNAC അത് ചെയ്തു. അതിൻ്റെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും അത് കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രാവശ്യം അത് കാറ്റഗറി 2 ആയിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ ഞാനത് FNAC ഡോക്ടർ പറഞ്ഞ് FNAC ചെയ്യണമെന്ന് പറഞ്ഞ് ചെയ്തപ്പോഴത്തേക്കും അത് കാറ്റഗറി 3 ആയി. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു അത് ഓപ്പറേഷൻ ചെയ്യണം, പിന്നെ അതിൽ ലീഷൻസ് ഉണ്ട്, എന്തായാലും അത് ഓപ്പറേഷൻ ചെയ്താലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത് ക്യാൻസർ ആകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ എനിക്ക് ലീവ് ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെയും പോയി, സൗദിയിലോട്ട് പോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് നവംബറിൽ ഞാൻ ഒരു 10 ദിവസത്തെ ലീവിന് വന്നു. അത് FNAC ചെയ്തു നോക്കാൻ വേണ്ടി വന്നതാണ്. FNAC ചെയ്തത് ഞാൻ ഫുൾ ടൈം ഞാൻ മാതാവിൻ്റെ കാശ് രൂപം എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ലാസ്റ്റ് ചെയ്തത് കാറ്റഗറി 3 ആണ്, അത് കാറ്റഗറി 4 ആകുവാണെങ്കിൽ ഇന്നത് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞു. അത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റുകയും വേണം. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവെ ഒന്നുകിൽ അത് കാറ്റഗറി 3 തന്നെ ആക്കണം, അല്ലെങ്കിൽ അതിനേൽ കുറഞ്ഞ് കാറ്റഗറി 2 ആകാവുള്ളൂ. റിസൾട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ മൊബൈലാണ് റിസൾട്ട് വരുന്നത്. ആ റിസൾട്ട് വരുമ്പോഴും ഞാൻ കയ്യിൽ കാശ് രൂപം പിടിച്ച് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ റിസൾട്ട് കൊണ്ടുവന്ന് എന്നെ കാണിച്ചപ്പോൾ അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് കാറ്റഗറി 2 ആയിരുന്നു. 3 ആയതാണ്, അടുത്തത് 4 ആകുമെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. അത് പിന്നെ കാറ്റഗറി 2 ആയി. എന്നാലും ഡോക്ടേഴ്സ് പറഞ്ഞു എന്നാലും നമുക്കത് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം എന്ന് പറഞ്ഞു. ഈ പ്രാവശ്യം ഞാനിപ്പോൾ വെക്കേഷന് വന്ന് ഡോക്ടറിനെ കണ്ടപ്പോഴത്തേക്കും ഡോക്ടർ എൻ്റെ അടുത്ത് അതും
ഞാൻ എവിടെ പോയാലും ഞാൻ എൻ്റെ കയ്യിൽ കാശ് രൂപവും കൊന്തയും പിടിച്ച് മാതാവിനോട് പ്രാർത്ഥിക്കും. അങ്ങനെ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് തനിക്കൊരു കുഴപ്പവും ഇല്ല, ഇനി ഒന്നും ചെയ്യേണ്ട, ഞാൻ സ്കാൻ ചെയ്യാൻ പോലും തൻ്റെ അടുത്ത് പറയത്തില്ല, ഓപ്പറേഷൻ ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ടെന്നും പറഞ്ഞ് അങ്ങനെ മാതാവ് എന്നെ കൂടുതൽ അനുഗ്രഹിച്ച്. ഞാൻ എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമ്പോഴത്തേക്കും രാവിലെ തൈലം കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് പ്രാർത്ഥിക്കുന്നത്. ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് എന്നും രാവിലെ ഞാൻ വിശുദ്ധ ഉപ്പ് എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഒന്നും ഉപ്പ് കഴിക്കുക. അതിൻ്റെ ഫലമായിട്ടാണ് എനിക്കിത് മാറ്റി തന്നതെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ, ഞാനിവിടെ ലീവിന് വരുമ്പോഴത്തേക്കും പത്രം വാങ്ങിച്ച് ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും വാങ്ങിക്കാറുണ്ട്. അത് ഇവിടെയും കൊടുക്കും, അവിടെ സൗദിയിലും കൊണ്ടുപോയി കൊടുത്തിട്ട് എനിക്ക് കിട്ടിയ അനുഭവങ്ങളൊക്കെ, എനിക്ക് ഒത്തിരി ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം എൻ്റെ ഫ്രണ്ട്സിനോടും പിന്നെ പള്ളിയിൽ ചെല്ലുമ്പോൾ അവരോടൊക്കെ പറയാറുണ്ട്. പിന്നെ ഞാൻ ഇങ്ങോട്ട് ഈ പ്രാവശ്യം പോരുന്ന സമയത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ 7 മണിക്ക് അവിടുന്ന് പോരുവാണ്. 5:30 ഞാൻ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും തിരി ഭയങ്കരമായിട്ട് ആളിക്കത്തി. ശരിക്കും തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് അത് വന്നത്. കത്തി ഇങ്ങനെ നന്നായിട്ട് ആളി. അത് കഴിഞ്ഞ് കത്തി കുറച്ച് കഴിഞ്ഞിട്ട് അടന്ന് വീണപ്പോഴത്തേക്കും ഞാൻ അതെടുത്ത് നോക്കിയപ്പോഴത്തേക്കും കറക്റ്റ് അത് തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ നോഡ്യൂൾസ് പോലെ, തൈറോയിഡ് ഗ്ലാൻഡ് പോലെ തന്നെയാണ് അതിരിക്കുന്നത്. അപ്പോഴെനിക്ക് ഞാൻ ഉറപ്പിച്ചു എൻ്റെ ആ അസുഖം മാറിയെന്ന് ഞാൻ പൂർണ്ണമായിട്ട് അന്നേരം തന്നെ ഉറപ്പിച്ചു. കാരുണ്യ പ്രവൃത്തികൾ, പിന്നെ എനിക്ക് അവിടെ നിന്ന് ഒന്നും ചെയ്യാൻ അങ്ങനെ പറ്റത്തില്ല. ഞാൻ പൈസ എല്ലാ മാസവും ഹസ്ബൻഡിന് അയച്ചു കൊടുത്തിട്ട് ഹസ്ബൻഡ് ഡയാലിസിസ് പേഷ്യൻറ്റിനും ക്യാൻസർ പേഷ്യൻറ്റിനൊക്കെ പൈസ കൊടുക്കാറുണ്ട്. പിന്നെ അമ്മമാർ ഇവിടെ നോക്കുന്ന ഒരു അഗതി മന്ദിരത്തിൽ അവിടെ പൈസ കൊടുക്കാറുണ്ട്. ഇത്രയാണ്. യേശോയും മാതാവും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ആദ്യമായി അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. ആൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിക്കാൻ ഇടയാക്കിയതിന്. ഞാൻ മിനി സജി, ഇപ്പോൾ UK വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ ചെന്നൈയിൽ സെറ്റിൽഡാണ്. കൂടെ ഉള്ളത് എൻ്റെ ഹസ്ബൻഡും മോനും. ഞങ്ങൾ ഒരു ഓർത്തഡോക്സ് വിശ്വാസികളാണ്. അമ്മ മാതാവിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 7 വർഷം ആയി മക്കളില്ലായിരുന്നു. ആ സമയത്തൊക്കെ മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇടയിൽ ചിലർ പറഞ്ഞു, എന്തിനാണ് ഈശോയോട് ഡയറക്റ്റ് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, ഇടയിൽ എന്തിനാണ് മധ്യസ്ഥ പ്രാർത്ഥനയെന്ന്. അങ്ങനെ കുറേ കാലമായി അമ്മ മാതാവിലുള്ള വിശ്വാസത്തിൽ കുറവുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഒരു കസിൻ എന്നോട് പറഞ്ഞു ഇങ്ങനെ കൃപാസനത്തെ പറ്റി. അപ്പോൾ മുതൽ ഇങ്ങോട്ട് വരണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാനൊരു നേഴ്സാണ്. ഞാൻ എൻ്റെ ഒരു 22 വർഷം മുമ്പ് UK പോകാൻ ട്രൈ ചെയ്തിരുന്നു. 1-2 പ്രാവശ്യം IELTS ഒക്കെ എഴുതി, അത് കഴിഞ്ഞ് ഉപേക്ഷിച്ചു. അങ്ങനെ ഞാൻ ചെന്നൈയിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇടയ്ക്ക് UK പോരണമെന്നൊരു തോന്നലുണ്ടായി. അങ്ങനെ എൻ്റെ മോളും UK പോകണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ എന്നാൽ പോന്നേക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടല്ല, ഒരാളെ പരിചയപ്പെട്ടു. അവരൊരു ഏജൻസിയുടെ നമ്പർ എനിക്ക് തന്നു. ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്തു. ആ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ എനിക്ക് UK പോരാൻ സെലക്ഷൻ കിട്ടി. അതിനുള്ള പണമൊന്നും ഞങ്ങളുടെ കയ്യിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്തതിലും ലോൺ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പൈസ കിട്ടാനായിട്ട് കുറേ സമയമെടുത്തു. ഇനീഷ്യൽ പേയ്മെൻറ്റ് ചെയ്യണമായിരുന്നു. അതിനുള്ള എമൗണ്ട് കയ്യിലില്ലായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്സ് കുറേ പേര് തന്നു. ആ എമൗണ്ട് പേ ചെയ്തു. പിന്നെ ബാക്കിയുള്ള എമൗണ്ട് ഞാൻ UK പോരാൻ ടിക്കറ്റ് എടുക്കുന്ന സമയം വരെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയില്ല. ഏജൻസി ഞങ്ങളോട് ആവശ്യപ്പെട്ടതുമില്ല. ഞാൻ UK പോകുന്നതിന് 2 ദിവസം മുമ്പ് ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ UK പോകാനായിട്ട് ടിക്കറ്റ് എടുത്ത് പോകുന്ന വേയിലാണ് ഞങ്ങൾക്ക് ആ എമൗണ്ട് വരുന്നതും ഏജൻസിക്ക് ആ പൈസ കൊടുക്കുന്നതും. ഒരു 6 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. പക്ഷേ അതുവരേക്ക് ഏജൻസി ഞങ്ങളോടൊന്നും ആവശ്യപ്പെട്ടില്ല, ഒന്നുമില്ല. അതെല്ലാം ദൈവമാതാവിൻ്റെ കൃപയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഈശോയുടെ അനുഗ്രഹവും.
അത് കഴിഞ്ഞ് ഞാൻ UK പോയി. അവിടെ ചെന്നതിന് ശേഷം അവിടുത്തെ കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കുവാൻ വേണ്ടി അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉടമ്പടിയിലും വെച്ചിരുന്നു അവിടെ പോയി ജോലി ചെയ്യാനുള്ള സാഹചര്യങ്ങളെല്ലാം നല്ലതായി പോകണമെന്ന്. കാരണം ഞാൻ നേഴ്സാണെങ്കിലും എനിക്കിപ്പോൾ 55 വയസ്സുണ്ട്. ഇത്രയും നാൾ ഇവിടെ ജോലി ചെയ്തിരുന്നു. വിദേശത്ത് ജോലി ചെയ്തിട്ടുണ്ട് ഒരു 22-23 വർഷം മുമ്പ്. അത് കഴിഞ്ഞ് അവിടെ പോയി എങ്ങനെ വർക്ക് ചെയ്യും എങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ UK പോയി. അവിടെ ചെന്ന് ഞങ്ങൾക്കുള്ള അക്കോമഡേഷനും ഫുഡും സൗകര്യങ്ങളെല്ലാം വലിയ കുഴപ്പമില്ലാതെ വലിയ എമൗണ്ട് ഒന്നും പേ ചെയ്യേണ്ട ആ രീതിയിൽ ഞങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥാപനം തന്നെ ഞങ്ങൾക്ക് അക്കോമഡേഷൻ തന്നു. അങ്ങനെ അത് കഴിഞ്ഞു. ജോലിയെല്ലാം വലിയ കുഴപ്പമില്ല. ആദ്യം ചെല്ലുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളെല്ലാം പ്രശ്നങ്ങളില്ലാതെ എല്ലാം നടന്നു പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഹസ്ബൻഡും മോനും ഡിപ്പെൻഡൻറ്റ് വിസയിൽ വന്നു. മോനെ 18 വയസ്സിന് മുമ്പ് വരേണ്ടതായത് കൊണ്ട് അവർ വന്നതിന് തിരിച്ചു പോന്നു. അവന് 18 വയസ്സായിരുന്നതിന് മുമ്പ് വന്നിട്ട് തിരിച്ചു പോകുന്നത്. ഇവൻ +2 പരീക്ഷ എഴുതിയിട്ടാണ് അങ്ങോട്ട് വന്നത്. പഠിക്കുന്നതിനൊക്കെ നല്ല മിടുക്കനായിരുന്നു 8th സ്റ്റാൻഡേർഡ് വരെ. അതിനുശേഷം കൊറോണ വന്നു. അത് കഴിഞ്ഞപ്പം പഠിപ്പിലെല്ലാം ശ്രദ്ധയില്ലാണ്ടായി. മാർക്ക് കിട്ടുന്നതും പാസ്സാകുന്നതും എല്ലാം ഞങ്ങൾക്ക് വലിയ ടെൻഷനായിരുന്നു. ആ വിഷയം ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു. റിസൾട്ട് വന്നപ്പോൾ കുഴപ്പമില്ലാത്ത മാർക്ക് ലഭിച്ചു. വേറെ ഏതെങ്കിലും കോഴ്സിന് അഡ്മിഷന് വേണ്ടി കൊടുത്താൽ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു മാർക്ക് ലഭിച്ചു. അത് ഈ അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും ഒറ്റ ഒരു അനുഗ്രഹത്താൽ മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം ഹസ്ബൻഡ് അവിടെ വന്നു. ഹസ്ബൻഡിനും അധികം താമസിക്കാതെ തന്നെ ജോലി ശരിയായി. മോനും ഒരു പാർട്ട് ടൈം ജോബ് കിട്ടി. പിന്നീട് വീട് ഞങ്ങൾക്കുള്ള അക്കോമഡേഷൻ അവിടെ കിട്ടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതും വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ അക്കോമഡേഷൻ വീടെടുക്കാൻ സാധിച്ചു. അതും വലിയ റെൻ്റില്ലാതെ അവിടെയുള്ള റെൻ്റിലെല്ലാം കുറഞ്ഞ ഒരിതിൽ ഞങ്ങൾക്ക് സാധിച്ചു. ഇതെല്ലാം അമ്മ മാതാവിൻ്റെ ഈശോയുടെയും ഒറ്റ അനുഗ്രഹത്താലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നീട് മോൻ കഴിഞ്ഞ വർഷം +2 പാസ്സായിരുന്നു. അഡ്മിഷന് വേണ്ടി ഈ വർഷമാണ് നോക്കിക്കൊണ്ടിരുന്നത്. IELTS വേണമായിരുന്നു. അവൻ IELTS ഒന്നും പ്രിപ്പയർ ചെയ്തില്ല. സ്റ്റുഡൻസിന് വേണ്ടതായ വെറുതെ പോയി IELTS എഴുതി. പക്ഷേ അതിന് വേണ്ട ഇനഫ് സ്കോർ കിട്ടി. അമ്മ മാതാവ് ഈശോയും അനുഗ്രഹിച്ചു. ഇപ്പോൾ അവന് അവിടെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ റെഡിയായി. അതും അനുഗ്രഹമെന്ന് വിശ്വസിക്കുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടായി. അതും സുഖപ്പെട്ടു. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ അവിടെ റെസിഡൻഷ്യൽ ഹോമാണ്. അവിടെ റെസിഡൻസിൻ്റെ നമ്പർ കുറവായതുകൊണ്ട് ആ സ്ഥാപനം പൂട്ടുമെന്നൊക്കെ കേൾവിപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ കൂടെ ചേർന്ന് നേർച്ച വസ്തുക്കളായ ഉപ്പ് ഉപയോഗിച്ച് ആ സ്ഥാപനത്തിൻ്റെ ചുറ്റിലും ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ആ പ്രശ്നം സോൾവായി. അത് കഴിഞ്ഞ് വീണ്ടും റെസിഡൻസിൻ്റെ നമ്പർ കുറഞ്ഞു വന്നു. ഞങ്ങൾ റൂമുകളിലെല്ലാം പോയി ഉപ്പിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ റെസിഡൻസ് വന്നു തുടങ്ങി. ഇപ്പോൾ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാമാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ. ഈ 55-ാമത്തെ വയസ്സിലും UK പോകാൻ ഞാനൊന്നും വിചാരിച്ചിരുന്നതല്ല. അതും അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹത്താൽ സാധിച്ചു. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ചെയ്തതെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്ക് സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള റെസിഡൻസിനെ എല്ലാം നല്ല രീതിയിൽ പരിചരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ സാമ്പത്തികമായി കൃപാസനത്തിലും പണം കുറച്ച് കൊടുത്തെല്ലാം അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടതായി സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡും മോനും നാട്ടിലായിരുന്ന സമയത്ത് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുവാൻ ഞാൻ അവരോട് പറഞ്ഞ് കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഇതായി ഫുഡെല്ലാം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ആത്മീയ വളർച്ച ബൈബിൾ വായിക്കുമായിരുന്നെങ്കിലും
ഒരു അരമണിക്കൂർ അങ്ങനെയൊന്നുമില്ല, എപ്പോഴെങ്കിലും വായിക്കും. സ്ഥിരമായിട്ട് ബൈബിള് വായിക്കുമായിരുന്നു. ഇപ്പോൾ കൂടുതൽ സമയം ബൈബിള് വായിക്കുകയും ജപമാല, ഞങ്ങൾ ഓർത്തഡോക്സുകാർക്ക് ജപമാലയൊന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് മുഖേന ജപമാല പഠിച്ചു. ദിവസവും ജപമാല ചൊല്ലും, സാക്ഷ്യങ്ങൾ കേൾക്കും, ഉടമ്പടി ധ്യാനം കൂടും, അത് ഷെയർ ചെയ്യും. അങ്ങനെയുള്ള ആത്മീയ വളർച്ചയുണ്ടായി. ഹസ്ബൻഡും മോനും പ്രാർത്ഥനകളിലെല്ലാം സംബന്ധിക്കാറുണ്ട്. ഞങ്ങൾ നേരത്തെയും കുടുംബ പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു. എന്നാലും ഇപ്പോൾ കുറച്ച് കൂടുതലായി ആത്മീയമായി വളരുവാൻ സാധിച്ചു. ചില മോനൊക്കെ ചിലപ്പോൾ മടിയുണ്ടെങ്കിലും അവനും നിർബന്ധിച്ചും ഒക്കെ കൂടും, സംബന്ധിക്കും.